അപ്പം ഞാനിന്ന് കാണിക്കാൻ പോണത് ഒരു ഈസി ആയിട്ട് എങ്ങനെ പരിപ്പ് കറി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കണില്ല, പെട്ടെന്ന് നമുക്ക് പരിപ്പ് കറി വെച്ചിട്ട് വരാം. വാ. അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സവാള, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം, മുളക് പൊടിക്ക് പകരം. എൻ്റെ കയ്യിൽ പച്ചമുളകില്ല, അതുപോലെ കറിവേപ്പിലയില്ല, തക്കാളി ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് കറിയാക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ആഡ് ചെയ്യുക. മുളക് പൊടിക്ക് പകരം നമുക്ക് പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ആകെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം. ഞാൻ ഈ പരിപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഈ ചുവന്ന കളറുള്ള ഡാളെന്ന് പറയും. നമ്മുടെ അവിടെയൊക്കെ അവൈലബിൾ ആണ്. എന്താണ്, സൂപ്പർ മാർക്കറ്റിലുകളൊക്കെ. സാധാ കടയിലൊക്കെ ഉണ്ടാവുമെന്നറിയാം, സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് പരിപ്പ് കറിക്കായിട്ട്. ഏത് പരിപ്പ് കറി വെക്കാനാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതപ്പോൾ എണ്ണ ചൂടായി, ഞാനപ്പോൾ കടുക് പൊട്ടിച്ചു. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ ഇത്. ഇതിലും ഈസി ആയിട്ട് സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇനി പരിപ്പ് കറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞും ചതച്ചൊക്കെ വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് പച്ചമുളക് ചേർത്ത ഈ സമയത്ത് തന്നെ മുളക് പൊടിക്ക് പകരമായിട്ട് എൻ്റെ കയ്യിൽ പച്ചമുളകായിട്ടില്ല, ഒക്കെ കഴിഞ്ഞ് വാടിപ്പോയി അതൊക്കെ. പിന്നെ കറിവേപ്പില ചേർത്താം. പിന്നെ ഇച്ചിരിയോളം ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റുള്ളൊരു ജീരകം ചേർത്താം. ഞാൻ അതൊന്നും ചേർത്തണില്ല, കാരണം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. ജീരകമുണ്ട്, ജീരകം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല, പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടണില്ല ജീരകത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തു. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്ന് ഇച്ചിരി ഇളക്കുകയാണ്. അപ്പം നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലാകപ്പാടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കേണ്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി പരിപ്പ് കറിക്ക് ചേർക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുക. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഉള്ളവർക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്ത കാരണമാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുക, എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് കൂടുതൽ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അളവൊന്നും പറയണില്ല. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ഒരു കൈയളവ് ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യട്ടെ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇറച്ചിക്കറിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഗരം മസാലയുടെ മണം കേൾക്കുമ്പോൾ പരിപ്പ് കറിയൊക്കെ തിന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പരിപ്പ് അതിലോട്ട് ആഡ് ചെയ്തു. ഇച്ചിരി കുറുന്നനെ വേണമെന്നുള്ളവർ, അതായത് ഇത്തിരി തിക്നെസ്സിൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് വെള്ളം മതി. ഇച്ചിരി തിക്നെസ് അധികം വേണ്ടാത്തവർ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ച് ഇത്രയേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവനവൻ്റെ പാകത്തിന് ഒഴിക്കുക. മൂടി വെച്ച് വേവിക്കുക. ഒരുവിധം അര വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒരു 2 മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്. നമുക്ക് കുക്കറിൽ അടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഈസി ആയിട്ട് ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് വെന്തുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി ഇതാ പരിപ്പ് കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. പരിപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക.